ഹായ് ഓൾ, ഇന്ന് നമ്മൾ നോക്കുന്നത് ഈ ഒരു ടൈപ്പ് ഹാങ്ങിങ്സ് എങ്ങനെ ചെയ്യാമെന്നാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ നോർമലി നീഡിലിനെ അടിയിൽ നിന്ന് മുകളിലൂടെ ഇങ്ങനെ ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് കുത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇതേപോലെ 2 ട്യൂബ് ബീഡിനെയാണ് ഇതിലേക്ക് കയറ്റി കൊടുക്കുന്നത്. 2 ട്യൂബ് ബീഡിനെ എടുക്കുക. എന്നിട്ട് നമ്മൾ അതിലേക്ക് ഒരു വലിയ ഹാങ്ങിങ്സിന് യൂസ് ചെയ്യുന്ന ബീഡിനെയും കൂടെ കയറ്റി കൊടുക്കുക. ഇതാ ഇങ്ങനെ കണ്ടല്ലോ, ഇതിനെങ്ങനെ തൊട്ടടുത്തേക്ക് നീക്കി വെക്കുക. ഇതിന് നമ്മൾ ലാസ്റ്റിൽ ഒരു ഷുഗർ ബീഡിനെയും കൂടെ ആ വൈറ്റ് ബീഡിൻ്റെ അടുത്തേക്ക് ഒന്ന് കയറ്റിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഈ ചെറിയ ബീഡിനെ മാത്രം ഒന്നും ഇങ്ങോട്ട് നീക്കിയിട്ട് ഈ വൈറ്റ് ബീഡിൻ്റെ ഉള്ളിലൂടെ മാത്രം എടുത്താൽ മതി. എല്ലാ ബീഡിൻ്റെ ഉള്ളിലൂടെ എടുക്കണ്ട, വൈറ്റ് ബീഡിൻ്റെ, അതായത് ഈ വലിയ ബീഡിൻ്റെ ഉള്ളിലൂടെ മാത്രം പുറത്തേക്ക് എടുക്കുക. എന്നിട്ട് ഇതിനൊന്ന് ഇങ്ങനെ വലിച്ച് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ അങ്ങനെ ടൈറ്റ് ചെയ്തതിന് ശേഷം നമ്മളിതാ ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ഫസ്റ്റിൽ ചെയ്തിട്ടുള്ള ഈ ഗ്യാപ്പ്, ആ ഗ്യാപ്പിൽ വരുന്ന രീതിയിൽ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ച് കൊടുക്കുക. 1 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ അതിലും കുറച്ച് മതിയെങ്കിൽ അങ്ങനെ, അതൊക്കെ നിങ്ങളെ ഇഷ്ടം പോലെ. അതിനുശേഷം നമ്മൾ വീണ്ടും ഒരു 2 ട്യൂബ് ബീഡിനെയും കൂടെ ഈ ഒരു നീഡിലേക്ക് കയറ്റിയെടുക്കുക. എന്നിട്ട് നമ്മൾ വീണ്ടും ഇതാ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ വിഡ്ത്ത് കറക്റ്റിൽ നമ്മൾ വീണ്ടും ഉള്ളിലേക്ക് ഇങ്ങനെ കുത്തി ഇറക്കി കൊടുക്കുക. ഇങ്ങനെ കുത്തി ഇറക്കിയതിന് ശേഷം അവിടെ ഒന്ന് ലോക്ക് ആവാൻ വേണ്ടിയിട്ട് വീണ്ടും ഒന്ന് മുകളിലേക്ക് കുത്തിയെടുക്കുക, താഴത്തേക്ക് വീണ്ടും കുത്തി ഇറക്കുക. കണ്ടല്ലോ, ഇങ്ങനെയാണ് മറ്റൊരു ടൈപ്പ് ഹാങ്ങിങ്സ് ചെയ്യുന്നത്. നമ്മൾ വല്ലാതെ വലിച്ച് ടൈറ്റ് ചെയ്യരുത്, കാരണം ഇതൊന്നും ഇങ്ങനെ ഹാങ്ങിങ്സ് പോലെ ഒന്നും ഇങ്ങനെ ആടണ്ടേ, അതിന് വേണ്ടിയിട്ട്. ഒന്നും കൂടെ നമുക്ക് ചെയ്ത് നോക്കാം. 2 ട്യൂബ് ബീഡും ഒരു വൈറ്റ് പേൾ ബീഡും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ എഡ്ജിലായിട്ട് നമ്മളൊരു ഷുഗർ ബീഡിനെയും കൂടെ ഇറക്കി കൊടുക്കുക. അതിനുശേഷം ഷുഗർ ബീഡിനെ നീക്കി വെച്ചതിന് ശേഷം ആ വൈറ്റ് പേൾ ബീഡിൻ്റെ ഉള്ളിലൂടെ മാത്രം നമ്മൾ നേരെ തിരിച്ച് പുറത്തേക്ക് എടുക്കുക. എന്നിട്ട് വീണ്ടും ഒരു 2 ട്യൂബ് ബീഡിനെയും കൂടെ ഈ നീഡിലേക്ക് കയറ്റിയെടുക്കുക. എന്നിട്ട് നമ്മൾ നോർമലി ചെയ്യും പോലെ ഇതിൻ്റെ എവിടെയാണോ നമ്മൾ ഇതിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്തത് ആ ഒരു ഏരിയയിലേക്ക് കുത്തി ഇറക്കി കൊടുക്കുക. വല്ലാതെ വലിച്ച് ടൈറ്റ് ചെയ്യരുത്, ഒന്ന് കൈവട വെച്ചിട്ട് പിടിച്ചതിന് ശേഷം നമ്മൾ അവിടെ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് മുകളിലേക്ക് കുത്തി ഇറക്കുക. ഒന്ന് മുകളിലേക്ക് ഇങ്ങനെ കുത്തിയെടുത്തതിന് ശേഷം വീണ്ടും താഴേക്ക് കുത്തിയിറക്കുക. അപ്പോൾ അതവിടെ ലോക്കായി. ഇങ്ങനെയാണ് നമ്മൾ മറ്റൊരു ടൈപ്പ് ഹാങ്ങിങ്സ് ചെയ്യുന്നത്. ഓക്കെ.